കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിന് പിന്നാലെ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചു. അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി ബിജെപി എംഎൽഎമാരടക്കം വോട്ട് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു ഇന്നലെ വൈകിയുള്ള രാജി. മണിപ്പൂർ നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. കലാപത്തിൽ മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ ബിരേൻ സിംഗിന്റെ രാജി ആവശ്യം പലതവണ ഉയർന്നതാണ്. അപ്പോഴെല്ലാം ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ ബിരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം സംരക്ഷിച്ചു. ഇപ്പോൾ ബിജെപിയിലെ ഒരു വിഭാഗം എംഎൽഎമാർ തന്നെ കടുത്ത നിലപാട് സ്വീകരിച്ചു. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള 12 എംഎൽഎമാരാണ് ബിരേൻ സിംഗിനെതിരെ തിരിഞ്ഞത്. അവിശ്വാസ പ്രമേയ നോട്ടീസിന് പിന്നാലെ പാർട്ടി എംഎൽഎമാരുടെ യോഗം ബിരേൻ സിംഗ് വിളിച്ചെങ്കിലും ഒരു വിഭാഗം എംഎൽഎമാർ യോഗത്തിൽ പങ്കെടുത്തില്ല. അവിശ്വാസ പ്രമേയത്തെ ബിജെപി എംഎൽഎമാർ അനുകൂലിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. ഇതോടെ ബിരേൻ സിംഗിനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് രാജി തീരുമാനം. ഇംഫാൽ രാജ്ഭവനിലെത്തി ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് രാജിക്കത്ത് കൈമാറി. 60 അംഗ നിയമസഭയിൽ ബിജെപിക്ക് 32 എംഎൽഎമാരുണ്ട്. ബിജെപിയെ പിന്തുണച്ചിരുന്ന 7 അംഗങ്ങളുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി കലാപത്തോടുള്ള സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് പിന്തുണ പിൻവലിച്ചിരുന്നു. 2 അംഗങ്ങളുള്ള കുക്കി പീപ്പിൾസ് അലയൻസും പിന്തുണ പിൻവലിച്ചിരുന്നു. നിലവിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെങ്കിലും ബിജെപി എംഎൽഎമാർ തന്നെ അവിശ്വാസത്തെ അനുകൂലിച്ചാൽ ഉണ്ടാകുന്ന അപകടം തിരിച്ചറിഞ്ഞാണ് രാജി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.